ഞാനിപ്പോൾ നിൽക്കുന്നത് കാങ്കപ്പുഴ കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ കുറ്റിപ്പുറത്തിൻ്റെ തലവര മാറ്റാൻ പുതിയൊരു പാലം വരുന്നുണ്ട്. ഇതാണ് കുറ്റിപ്പുറം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, കുമ്പിടിപ്പാലം എന്നും പറയും. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ പാലത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ കുറ്റിപ്പുറം ഭാഗമാണ്. ഇവിടെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാലത്തിൻ്റെ സെൻറ്റർ ഭാഗത്താണ്. ഇവിടെ 5 സ്പിയർ ഗ്യാപ്പിന് ഗർഡറുകൾ വെക്കാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പിയർ ഗ്യാപ്പിന് ഗർഡർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്ക് വരാനുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് പാലത്തിൻ്റെ മറ്റേ ഭാഗമായ കുമ്പിടി ഭാഗത്തേക്കാണ്. ഇവിടെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ പാലത്തിന്റെ 2 ഭാഗത്തും കൈവരി വെച്ചിട്ടുണ്ട്. ഇടത് ഭാഗത്ത് പാലത്തിന്റെ ഷട്ടർ പൊന്തിക്കാനും താത്താനും വേണ്ടിയിട്ടുള്ള മോട്ടറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. പാലത്തിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ അപ്രോച്ച് റോഡിന്റെ വർക്ക് തുടങ്ങുക. ഈ റോഡ് നേരെ പോകുന്നത് കുമ്പിടി ഭാഗത്തേക്കാണ്. ഈ റോഡിനെ കുമ്പിടി കടവ് റോഡെന്നും പറയും. ഇവിടൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം മതി. ഇത് കുമ്പിടി ഭാഗമാണ്. ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലത്തിലേക്ക് വേണ്ട ഷട്ടറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഗർഡർ പ്രീകാസ്റ്റിങ്ങും നമുക്കിവിടെ കാണാൻ പറ്റും. കടവിൽ നിന്ന് പുഴയിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുമ്പിടി ഭാഗത്ത് 15 ഷട്ടറുകൾ പാലത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. മഴ പെയ്ത് വെള്ളം കൂടുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ലെവലിലെ വർക്ക് തീർക്കേണ്ടി വരും. വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വേഗത്തിലാണ് ഇവിടുത്തെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ഭാഗമാണ്. ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ ഷീറ്റ് പൈലിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന ഭാഗത്ത് മണ്ണിടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് പൈലിംഗ് ചെയ്യുന്നത്. കുറ്റിപ്പുറം ഭാഗത്ത് ഷട്ടർ വെക്കുന്ന ഭാഗത്തെ വർക്കാണ് നടക്കുന്നത്. ഇവിടെ ഇതുവരെ ഒരു ഷട്ടറും വെച്ചിട്ടില്ല. പാലക്കാട് ഭാഗത്ത് 15ഓളം ഷട്ടർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഭാഗം കമൻറ്റിൽ അറിയിക്കുക. ആ ഭാഗം ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2025 മെയ് 1 10,000 സബ്സ്ക്രൈബേഴ്സ് തികക്കുക എന്നുള്ളൊരു ടാർഗറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ പാലം 2 ജില്ലനെയാണ് ബന്ധിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് മലപ്പുറം ജില്ല, മറ്റൊരു ഭാഗത്ത് പാലക്കാട് ജില്ല. മലപ്പുറം ഭാഗത്ത് വരുന്നത് കാങ്കപ്പുഴ കടവ്, പാലക്കാട് ഭാഗത്ത് വരുന്നത് കുമ്പിടി കടവ്. ഈ പാലത്തിന് 418 മീറ്ററാണ് നീളം വരുന്നത്, 11 മീറ്ററാണ് വീതി വരുന്നത്. ഇതിൻ്റെ മുകളിലൂടെ 2 വരിപ്പാതയാണ് പോകുന്നത്. ഇതൊരു സാധാരണ പാലമല്ല, ഇതൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാലമാണ്. അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താനുള്ള ഷട്ടറുകളൊക്കെ ഉള്ള ഒരു പാലം. നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു പാലം വരുന്നത് ചെമ്പ്രവട്ടം ഭാഗത്താണ്. ആ പാലത്തിന് ഏകദേശം 1 കിലോമീറ്ററോളം നീളം വരുന്നുണ്ട്. മെഷീൻ്റെ സഹായത്തോടെയാണ് ഇവിടുത്തെ ഷീറ്റ് പൈലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കാണെന്ന് തോന്നും. പക്ഷേ അത് അത്ര ഈസി ഉള്ളൊരു വർക്കല്ല. ഈ ഷീറ്റ് പൈലിംഗ് ഇവിടുന്ന് എടുക്കാൻ അതിലും വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുറ്റിപ്പുറം ഭാഗത്തുള്ള ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നതൊന്ന് കാണണം. ഇതുപോലുള്ള വർക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ വർക്ക് കാണുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. ഈ പാലത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. ഇവിടെ നടക്കുന്ന വർക്കൊക്കെ നേരിട്ട് കാണാനും സാധിക്കുന്നതാണ്. ഇവിടുത്തെ വർക്ക് നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അടിയിലൂടെ നടക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം. NH66 ഭാഗമായിട്ട് വലിയൊരു ഭാഗം റോഡ് കുറ്റിപ്പുറം ഭാഗത്തുകൂടെ കടന്നു പോകുന്നു. കുറ്റിപ്പുറം റാപ്പാലത്തിനോട് അടുത്ത് NH66 ഭാഗമായിട്ട് മറ്റൊരു പുതിയ പാലം വരുന്നു. ഈ റാപ്പാലം കഴിഞ്ഞതിന് ശേഷം വേറൊരു ഫ്ലൈ ഓവർ വരുന്നു. അങ്ങനെ ഈ റോഡ് നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്നു. NH66 അതും പോരാഞ്ഞിട്ട് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറി ഇവിടെ ഈ കങ്കപ്പുഴ ഭാഗത്ത് 2 ജില്ലനെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജും വരുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വരാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇവിടുത്തെ നാട്ടുകാർ എന്തായാലും കടപ്പെട്ടിരിക്കും. പാലത്തിൻ്റെ സ്പിയർ ഗ്യാപ്പിൽ ഒരു ഷട്ടർ മാത്രമാണ് ഇവിടെ വരുന്നത്. ഒരു ഷട്ടറിന്റെ ഉയരത്തിൽ മാത്രമായിരിക്കും ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുക. അതിലും കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ മറ്റു ഭാഗത്തേക്ക് വെള്ളം ഒഴുക്കിവിടുന്നതായിരിക്കും. ഇവിടെ പാലത്തിന്റെ മുകൾ ഭാഗത്ത് മോട്ടോർ വെക്കാനുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത്
പാലത്തിന് മുകളിൽ മോട്ടോർ വെച്ചിട്ടുണ്ട്. ഇത് പാലത്തിൻ്റെ ഷട്ടർ പൊന്തിക്കാനും താഴ്ത്താനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഭാഗമാണ്. നമ്മുടെ നാട്ടിലുള്ള പലരും ഇവിടെ ഇങ്ങനൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന കാര്യം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്കറിയാൻ സാധിച്ചത്. NH-66 ഭാഗമായിട്ട് ഒരുപാട് പാലങ്ങളും വലിയ വലിയ മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ സംഭവം അറിയാതെ പോയതായിരിക്കും. ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് 1.5 മീറ്റർ വീതിയിൽ 2 ഭാഗത്തും നടപ്പാത വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ പാലത്തിൻ്റെ മുകളിൽ 2 വരിപ്പാതയുള്ള റോഡാണ് വരുന്നത്. ഇനിയും ഒരുപാട് വർക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ വരാനുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങുക. 2 ഭാഗത്തുള്ള വർക്കിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് ഭാഗത്തുള്ള വർക്കാണ് കൂടുതലും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. വലതുഭാഗത്ത് നീല കളറിൽ കാണുന്ന ഭാഗത്ത് ഷട്ടറിൻ്റെ മോട്ടോർ വെക്കാനുള്ള വർക്കാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. ഇവിടെ പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് പെൻഡിംഗ് ഉണ്ട്. 2 ഭാഗത്തും കൈവരി വെക്കുന്ന വർക്കും പെൻഡിംഗ് ഉണ്ട്. പാലത്തിന്റെ കുമ്പിടി ഭാഗത്തും കുറ്റിപ്പുറം ഭാഗത്തും മനോഹരമായ തെങ്ങിൻ തോപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് വീടുകളും കാണാൻ പറ്റുന്നുണ്ട്. 2 ഭാഗത്തും നല്ല വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് നല്ല രീതിയിൽ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലമാണ്, നാട്ടിലൊക്കെ വലിയ ചൂടാണ്. എന്നാലും ഭാരതപ്പുഴയിൽ ഒരു ഭാഗത്തൊക്കെ വെള്ളമുണ്ട്. ഈ പാലം ഇവിടെ സംഭവിക്കുന്നതോടുകൂടി മനോഹരമായ ഭാരതപ്പുഴയുടെ മുകളിലൂടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. NH-66 വർക്ക് നടക്കുന്ന നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗം കമൻറ്റിൽ അറിയിക്കുക. ആ ഭാഗം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2025 മെയ് 1 ഈ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് തികക്കണം എന്നൊരു ടാർഗറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ കുറ്റിപ്പുറം ഭാഗത്തുള്ളവരാണെങ്കിൽ ഈ വർക്ക് നേരിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിമനോഹരമായ ഭാരതപ്പുഴയുടെ മുകളിലൂടെ അതിലും മനോഹരമായ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സംഭവിക്കാൻ പോവുകയാണ്. കുറ്റിപ്പുറം മാറുകയാണ് സുഹൃത്തുക്കളെ. കേരളം മാറുകയാണ് സുഹൃത്തുക്കളെ. കുറ്റിപ്പുറം ഭാഗത്ത് നടക്കുന്ന NH-66 ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ കാണാൻ മറക്കരുത്.